ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ സോളാർ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം. എന്താണ് ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം എന്ന് നോക്കാം. ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് നോർമൽ ഒരു ഗ്രിഡ് കണക്റ്റർ സിസ്റ്റം പോലെ തന്നെയാണ്. പക്ഷേ ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സോളാർ വഴി ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത് എക്സ്ട്രാ ജനറേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ ഒരു റിലേ ത്രൂ ഇത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യും. എന്തിനാണ് ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം? നമുക്കറിയാം, പുതിയ സോളാർ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പ്രകാരം എല്ലാവർക്കും നെറ്റ് മീറ്ററിംഗ് അവൈലബിൾ അല്ല. അപ് ടു 3 കിലോവാട്ടോ അല്ലെങ്കിൽ 5 കിലോവാട്ട് താഴെ ബാറ്ററി ബാക്കപ്പ് ഉള്ളവർക്ക് മാത്രമേ നെറ്റ് മീറ്ററിംഗ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ചില ഏരിയാസിൽ ട്രാൻസ്ഫോമറിൻ്റെ ഹോസ്റ്റിംഗ് കപ്പാസിറ്റി ഫുൾ ആണെങ്കിലും പുതിയ സോളാറിൻ്റെ ഓൺ ഗ്രിഡ് കണക്ഷന് അപ്രൂവൽ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡൗട്ട്, ഇത് ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലേ എന്നുള്ളതായിരിക്കും. നോർമലി ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് സോളാർ പ്ലസ് ബാറ്ററി മാത്രമാണ് വരുന്നത്. എന്നാൽ ബിഹൈൻഡ് ദ മീറ്ററിൽ ഇവിടെ ഗ്രിഡ് കണക്റ്റഡ് ആണ്. ഒരു ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇല്ലാത്ത ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ്? ഡേ ടൈമിൽ തന്നെ ഹെവി എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള പമ്പ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയവ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബിഹൈൻഡ് ദ മീറ്റർ ത്രൂ നമുക്ക് ഇതിന്റെ ഉപയോഗമെല്ലാം ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ KCBയുടെ ബില്ലും കുറയ്ക്കാൻ സാധിക്കും. എക്സ്പോർട്ട് ക്രെഡിറ്റ് കിട്ടില്ല എങ്കിൽ പോലും ഇതിന്റെ അപ്രൂവലും സെറ്റിൽമെന്റും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു സിമ്പിളും ഷോർട്ട് ROI ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം ഓഫ് ഗ്രിഡ് സിസ്റ്റം പോലെ സിമ്പിളാണ്, പക്ഷേ ഗ്രിഡ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ റിലയബിൾ കൂടെയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവ്ഡ് ആണ്. നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.